Hi dear students, welcome back to QT for Business. QT for Business നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിനെ കുറിച്ചാണ്. പ്രോബബിലിറ്റി കാൽക്കുലേഷനിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ടെക്നിക്കുകൾ കൂടെയാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് പെർമ്യൂട്ടേഷനിലും കോമ്പിനേഷനിലും കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഫാക്ടോറിയൽ എന്നുള്ളത് നോക്കാം. ദി കണ്ടിന്യൂഡ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിന്റെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ടോറിയൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n into n-1 എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അഥവാ 8 ഫാക്ടോറിയൽ. അഥവാ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 into 7 into 6 into 5 into 3 4 into 3 into 2 into 1 എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരിക, കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഫാക്ടോറിയൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 into 2 into 1 ഈക്വൽ ടു 6 ആണ് വരിക. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 into 1. അതേപോലെ തന്നെ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെ ആയിരിക്കും വരിക. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കാരണം പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും നമുക്ക് ആവശ്യമാണ്. ഇനി എന്താണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത് നോക്കാം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് സം ഓർ ഓൾ ദ ഐറ്റംസ് ആർ കോൾഡ് പെർമ്യൂട്ടേഷൻ ഓഫ് ദോസ് ഐറ്റംസ്. അഥവാ കുറച്ച് നമുക്ക് നൽകിയിട്ടുള്ള സെറ്റ് ഓഫ് ഐറ്റംസിൽ നിന്ന് കുറച്ച് ഐറ്റംസോ അല്ലെങ്കിൽ ആ മുഴുവൻ ഐറ്റംസോ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെർമ്യൂട്ടേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരാൻ കഴിയും, എത്ര അറേഞ്ച്മെന്റ്സ് ഇത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പെർമ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് NPR ഈക്വൽ ടു ഇതിന്റെ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-r ഫാക്ടോറിയൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-r ഫാക്ടോറിയൽ. ഇതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ടോട്ടൽ എത്ര ഐറ്റംസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. When there are n items and we make arrangements for them taking r at a time, ഒരേ സമയം നമ്മൾ എത്ര എടുക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 30 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ്. അതിൽ നമ്മൾ എത്ര ഐറ്റംസ് ആണ് എടുക്കുന്നത്, എത്ര കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് r എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 10 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ r എന്നുള്ളത് എന്താണ്, 10 ആണ്. ഓക്കെ, ഈ രൂപത്തിലാണ് NPR വരുന്നത്. അപ്പൊ ഇതിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 7p7 എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, 7p7 ആണ്. സോ നമ്മൾ NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-r ഫാക്ടോറിയൽ അല്ലെ, ഇതാണ് വരുന്നത്. സോ 7p7 എന്നുള്ളത് എങ്ങനെയാണ് വരിക, അപ്പോൾ n എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, 7 ആണ്. ഓക്കെ, സോ 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-r അഥവാ 7 ഫാക്ടോറിയൽ അല്ലെ, അഥവാ 7 മൈനസ് 7 എന്ന് പറയുമ്പോൾ 0 ആണ് വരിക അല്ലെ. അപ്പോൾ 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ ആണ് വരിക. സോ 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 into 6 into 5 into 4 into 3 into 2 into 1. ദെൻ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7p7ന്റെ ആൻസർ ലഭിക്കും. ഈ രൂപത്തിലാണ് നമ്മൾ NPR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6p2 എന്ന് പറയുമ്പോൾ അവിടെ n 6 ആണ്, r 2 ആണ് അല്ലെ. അപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ വരും ഡിവൈഡഡ് ബൈ n-r അല്ലെ. അത് നമുക്ക് ചെയ്ത് നോക്കാം. 6p2 ഈക്വൽ ടു അല്ലെ. അപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ അഥവാ n-r അല്ലെ. സോ 6 മൈനസ് 2 ഫാക്ടോറിയൽ ഇതാണ് വരിക അല്ലെ. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ ഇങ്ങനെയാണ് വരിക അല്ലെ. 6 into 5 into 4 into 3 into 2 into 1 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 into 3 into 2 into 1. സോ നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോ 6 into 5 30 വരും അല്ലെ. സോ 30 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് 6p2 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ 6p2 സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 30 ആണ് ആൻസർ ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള 6p2 30 ആണ് നമുക്കിവിടെ ആൻസർ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 9p3 ഉണ്ട്, 6p0 ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ.
How many ways words can be formed with the letters of the word Rajesh? രാജേഷ് എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് ഏതെല്ലാം തരത്തിൽ റീഅറേഞ്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ ടോട്ടൽ രാജേഷ് എന്നുള്ള ഈ ഒരു വേർഡിനകത്ത് വന്നിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ലെറ്റേഴ്സ് ആണുള്ളത്. അതേസമയം നമ്മൾ എടുക്കുന്നത് മുഴുവനായിട്ട് എടുക്കുകയാണ് അല്ലെ. സോ അവിടെ 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലെ. ഇതിൽ തന്നെ നമ്മൾ മുഴുവൻ ലെറ്റേഴ്സും എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ വേർഡുകൾ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ എത്ര വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ കഴിയും? രാജേഷ് എന്നുള്ള ഈ RAJESH എന്നുള്ള ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 6 ആയിട്ട് എടുക്കുന്നത്. ടോട്ടൽ ഇവിടെ 6 ലെറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ NPR എന്ന് പറയുന്നത് 6P6 ആയിരിക്കും. സോ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 720 ആണ് ഇതിൽ ആൻസർ കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ സെലക്ടിങ് സം ഓർ ഓൾ ദ ഐറ്റംസ് അറ്റ് എ ടൈം ആർ കോൾഡ് കോമ്പിനേഷൻ ഓഫ് ദോസ് ഐറ്റംസ്. അഥവാ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലെ മുഴുവൻ ഐറ്റത്തെയും സെലക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഐറ്റത്തെ സെലക്ട് ചെയ്തുകൊണ്ടോ നമുക്ക് എത്ര തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കോമ്പിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇതിൽ എക്സാമ്പിൾ ഇപ്പൊ ABC എന്നുള്ള 3 ലെറ്ററുകൾ. ഈ 3 ലെറ്ററുകളെ നമ്മൾ അതിൽ നിന്നും 2 ലെറ്ററുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ കഴിയും? അപ്പൊ ABC എന്നുള്ളതിൽ നിന്നും 2 ലെറ്ററുകളെ സെലക്ട് ചെയ്തുകൊണ്ട്, അപ്പൊ ഒന്നുകിൽ നമുക്ക് AB സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ AC ആവാം, അല്ലെങ്കിൽ BC ആവാം അല്ലെ. ഈ ഒരു രൂപത്തിൽ മാത്രമാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് ദ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഈസ് 3. ഇവിടെ 3 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. സോ ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 3 ഐറ്റം ടേക്കൻ 2 അറ്റ് എ ടൈം ഈസ് ഡിനോട്ടഡ് ബൈ 3C2. അഥവാ N എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ നമ്പർ 3 ലെറ്റേഴ്സ് ആണുള്ളത്. നേരത്തെ നമ്മൾ പെർമ്യൂട്ടേഷനിൽ പറഞ്ഞ പോലെ തന്നെ N സെയിം ആണ്, എത്ര ഐറ്റം ഉണ്ട് എന്നുള്ളതാണ് 3 എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് N ഇവിടെ 3 ആണ് വരുന്നത്. ദെൻ C2 എന്ന് പറയുന്നത് നമ്മൾ എത്ര ഐറ്റം അതിൽ നിന്നും സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മൾ 2 ഐറ്റം ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കോമ്പിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ഫാക്ടോറിയൽ എന്നുള്ളത് 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. സോ അതിന്റെ ഒരു എക്സാമ്പിൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 10C3 എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10C3 എന്ന് പറഞ്ഞാൽ N ഫാക്ടോറിയൽ അഥവാ 10 ഫാക്ടോറിയൽ ആണ് മുകളിൽ വരിക. ദെൻ ഡിവൈഡഡ് ബൈ N മൈനസ് R. N മൈനസ് R എന്ന് പറയുമ്പോൾ 10 മൈനസ് 3 ആണ് വരിക. ഓക്കെ, 10 മൈനസ് 3 7 ഫാക്ടോറിയൽ വരും. ദെൻ അത് ഇൻറ്റു R ഫാക്ടോറിയൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ ഇങ്ങനെയാണ് വരുന്നത്. NCR ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ അല്ലെ. ഇതാണ് ഫോർമുല വരുന്നത്. സോ ഇവിടെ നമ്മൾ N ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ N മൈനസ് R അഥവാ 10 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു R എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ അല്ലെ. സോൾവ് ചെയ്യുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 10 മൈനസ് 3 എന്ന് പറയുമ്പോൾ 7 ഫാക്ടോറിയൽ വരും അല്ലെ. 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലെ. സോൾവ് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ദെൻ 7 ഫാക്ടോറിയൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഓക്കെ ഇൻറ്റു 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലെ. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ക്യാൻസൽ ചെയ്യാം. സോ 7 ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ കഴിയും അല്ലെ. ബാക്കി 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 120 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ വരെ. ഓക്കെ, അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പിനേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇൻ ആൻ എക്സാമിനേഷൻ പേപ്പർ ഓൺ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് 10 ക്വസ്റ്റ്യൻസ് ആർ സെറ്റ്. In how many ways can an examinee choose 3 questions? അഥവാ ഒരു സബ്ജക്റ്റിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ എക്സാം നടക്കുന്നു. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സാമിനിക്ക് എങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു സെലക്ട് ചെയ്യാം അല്ലെ. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ എങ്ങനെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എത്രയാണ്? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? അതാണ് N അല്ലെ, 10 ആണ്. അപ്പൊ സോ NCRൽ N നമ്മൾ 10 സെലക്ട് ചെയ്യുന്നു. ദെൻ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ R നമ്മൾ 3 ആയിട്ട് എടുക്കുന്നു അല്ലെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 120
ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ് ബോൾസ്. ഒരു ബാഗിനകത്ത് 4 വൈറ്റ് ബോൾ ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 വൈറ്റ് ബോൾസ്. അതിൽ നിന്നും 2 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനുള്ള വേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എത്ര രൂപത്തിൽ, ഏതെല്ലാം തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ബോള്, ഈ 4 ബോളിൽ നിന്ന് 2 ബോളിനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലെ. വേണമെങ്കിൽ നമുക്ക് 1ഉം 2ഉം എടുക്കാം, 1ഉം 3ഉം എടുക്കാം, 1ഉം 4ഉം എടുക്കാം അല്ലെ. അങ്ങനെ എത്ര തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ടോട്ടൽ ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. 2 ബോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, സോ 6. ഓക്കെ, ടോട്ടൽ എത്ര ഐറ്റംസ് ആണോ ആ ഗ്രൂപ്പിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ എത്ര ഐറ്റംസ് ആണോ ഉള്ളത്, അതാണ് n എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര എണ്ണമാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ 6 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് NCRൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേസ് 3 ബ്ലാക്ക് ബോൾസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്ൻ 5 ബ്ലാക്ക് ബോൾസ്. 5 ബ്ലാക്ക് ബോൾസ് ഉള്ള ഒരു ബാഗിൽ നിന്ന് ഏതെല്ലാം തരത്തിൽ നമുക്ക് 3 ബ്ലാക്ക് ബോൾസ് എടുക്കാമെന്നുള്ളതാണ്. സോ 5 ആണ് n, 3 ബ്ലാക്ക് ബോൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ 6 എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. സോ 5C3 ആണ് അതിനകത്ത് വരുന്നത്. ഇതിൽ തന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എ ബാഗ് കണ്ടെയ്ൻ 5 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. 3 balls are to be selected, of which 2 should be white. Find in how many ways it can be performed. അപ്പൊ നമ്മുടെ ബാഗിനകത്ത് 5 വൈറ്റ് ബോൾസും 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അപ്പൊ ടോട്ടൽ 9 ബോൾസ് ഉണ്ട് അല്ലെ. Then 3 balls are to be selected, of which 2 should be white. അതിൽ നമ്മൾ 3 ബോൾ സെലക്ട് ചെയ്യുന്നു. അതിൽ 2 നിർബന്ധമായിട്ടും എന്തായിരിക്കണം, വൈറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഏതെല്ലാം തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ്, 2 സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അഥവാ നമുക്ക് 2 നിർബന്ധമായിട്ടും വൈറ്റ് കിട്ടിയിരിക്കണം. മറ്റത് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ബോൾ വൈറ്റ് ആവാം അല്ലെങ്കിൽ ബ്ലാക്ക് ആവാം അല്ലെ. അപ്പൊ 2നുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ m×n എന്നുള്ള ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, നമുക്ക് നമ്പർ ഓഫ് വേസ് സെലക്ടിങ് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ബോൾ അല്ലെ. 2 നിർബന്ധമായിട്ടും വൈറ്റ് കിട്ടണം എന്നുള്ളതുകൊണ്ട് മൂന്നാമത്തത് വൈറ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല അല്ലെ. സോ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ വരിക. 5C2 ആണ് നമുക്ക് വൈറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്, ടോട്ടൽ വൈറ്റ് ബോൾസ് എന്ന് പറയുന്നത് 5 ആണ്. ദെൻ ടോട്ടൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ 3 2 നമുക്ക് എന്ത് ചെയ്യണം, വൈറ്റ് ലഭിച്ചിരിക്കണം. സോ 5C2 ആണ് വരിക. ഇൻറ്റു തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, m×n എന്നുള്ള രൂപത്തിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4C1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബ്ലാക്ക് ബോൾ 4 ആണുള്ളത്. അതിൽ ഒരു ബോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ 2+1 എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ 3 ബോൾസ് ലഭിക്കും. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 40 ആണ് കിട്ടുന്നത്. അപ്പോൾ 5C2 എന്നുള്ളതും 4C1 എന്നുള്ളതും സെപ്പറേറ്റ് സോൾവ് ചെയ്ത് അവ തമ്മിൽ കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോമ്പിനേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, കോമ്പിനേഷൻ നമ്മൾ കണ്ടെത്തുന്നത്. ഈ കോമ്പിനേഷൻ നമുക്ക് പ്രോബബിലിറ്റിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഒരേ സമയം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ എന്നുള്ള ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രോബ്ലംസിലെല്ലാം നമ്മൾ കണ്ടത്, പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസിലെല്ലാം നമ്മൾ കണ്ടത്, ഒരു ബോൾ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്, 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്, ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അവിടെ 4 കാർഡ് സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതെല്ലാം എന്തായിരുന്നു, ഒന്നിന് ശേഷം 1 എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാം ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അഥവാ ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ കാർഡുകൾ അല്ലെങ്കിൽ ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ ബോളുകൾ സെലക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ. എന്നാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, അഥവാ പ്രോബബിലിറ്റിയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഒരേ സമയം തന്നെ സെലക്ട് ചെയ്യുന്നു, 4 കാർഡ് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 4 ബോൾ നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻ എന്നുള്ള ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈൽ ഷഫ്ലിംഗ് എ പാക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ് 4 cards ആക്സിഡന്റലി ഫെൽ ഡൗൺ. അപ്പൊ നമ്മൾ കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന സമയത്ത് 4 കാർഡുകൾ എന്ത് ചെയ്തു, ആക്സിഡന്റലി ഫെൽ ഡൗൺ, 4 കാർഡ് ഒരുമിച്ച് താഴെ വീണു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ക്ലവർ. താഴെ വീണ 4 കാർഡും ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ ഓൾ ആർ ക്യൂൻ, മുഴുവനും ക്യൂൻ ആവാനുള്ള സാധ്യത എത്രയാണ്? നൺ ഓഫ് ദം ആർ ക്ലവർ, ഒന്നും ക്ലവർ ആവാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം ഈസ് ക്ലവർ, 4ൽ ഒന്നെങ്കിലും ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണ്? 2 കിങ്ങും 2 ക്യൂനും ആവാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ കാർഡ്സ് ആർ എയ്തർ കിങ് ഓർ ക്യൂൻ, കിങ്ങോ ക്യൂൻ ആവാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ കാർഡ്സ് ആർ എയ്തർ കിങ് ഓർ ക്യൂൻ ഓർ ഓഫ് ബോത്ത്, കിങ്ങോ ക്യൂനോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ആവാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ കാർഡ്സ് ആർ നെയ്തർ കിങ് ഓർ ക്യൂൻ,
കിങ്ങോ ക്യൂനോ അല്ലാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്? അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ ക്യൂൻ, 3 എങ്കിലും ക്യൂൻ ആവാനുള്ള സാധ്യത എത്രയാണ്? അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ എയ്തർ കിങ് ഓർ ക്യൂൻ ഓർ ബോത്ത്, അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും കിങ്ങോ ക്യൂനോ ആവാനുള്ള സാധ്യത എത്രയാണ്? അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ ക്ലവർ, 3 എണ്ണെങ്കിലും ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല, ഇതിന്റെ ഒരു ഓർഡർ പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്ലേയിങ് കാർഡ്സ് 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് 4 കാർഡ് നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്തു എന്നുള്ള ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു 52 അല്ലെങ്കിൽ പിന്നെ കുറച്ച് ബോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോക്സിനകത്തിൽ നിന്ന് 4 ബോൾ നമ്മൾ ഒരുമിച്ച് എടുക്കുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ 5 ബോൾ ഒരുമിച്ച് എടുക്കുന്നു, ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു രൂപമാണ് ഇവിടെ പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഐഡിയ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ഒരു പ്രോബബിലിറ്റിയുടെ ബേസിക് ഫോർമുലയാണ്, അഥവാ F/N എന്നുള്ള ഒരു ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി ഇവന്റ്സ്. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ക്ലവർ ആവാനുള്ള സാധ്യതയാണ്, അല്ലെ? ക്ലവർ ആവാനുള്ള സാധ്യത, എല്ലാം ക്ലവർ ആവാനുള്ള സാധ്യത എത്രയെന്നുള്ളതാണ് ആദ്യം നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ എത്ര ക്ലവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞിരുന്നല്ലോ, അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയാണ് ക്ലവർ ഉള്ളത്? നമുക്ക് 13 ക്ലവർ ആണുള്ളത്, അല്ലെ? അപ്പൊ നമ്പർ ഓഫ് ക്ലവർ, അപ്പൊ ക്ലവർ ആവാനുള്ള സാധ്യതയാണ് ഓൾ ആർ ക്ലവർ. ക്ലവർ ആവാനുള്ള സാധ്യത എത്രയെന്നുള്ളതാണ് പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ക്ലവർ, അല്ലെ? എല്ലാം ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണ്? നമുക്ക് ടോട്ടൽ എത്ര ആണുള്ളത്? ടോട്ടൽ നമുക്ക് ക്ലവർ വരുന്നത് 13 ക്ലവർ ആണുള്ളത്. അല്ലെ, ടോട്ടൽ 52ല് 13 ക്ലവർ ആണ് നമുക്കുള്ളത്. ഇതാണ് എല്ലാം ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അഥവാ 1 ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 13/52 ആണ്. ഇതിനെ നമുക്ക് കോമ്പിനേഷൻ രൂപത്തിലേക്ക് മാറ്റി എഴുതാം, അഥവാ കോമ്പിനേഷൻ എന്ന് പറയുന്നത് NCR എന്നുള്ള ഒരു ഫോർമാറ്റ് ആണല്ലോ, അല്ലെ? ഇതിനെ നമുക്ക് NCR ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. ഇതിൽ N എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ ക്ലവർ ഉള്ളത്? 13 ആണ്, അല്ലെ? സോ ടോട്ടൽ 13 ക്ലവർ ആണുള്ളത്. ദെൻ കോമ്പിനേഷൻ C, അതിൽ നിന്ന് നമ്മൾ എത്രയാണ് സെലക്ട് ചെയ്യുന്നത്? അഥവാ നമുക്ക് 4 കാർഡാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ 6 എന്ന് പറയുന്നത് 4. ഓക്കെ, ഈ രൂപത്തിൽ നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ 13C4 എന്നുള്ളതാണ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഓൾ ക്ലവർ എന്നുള്ളതിന്റെ അതിന്റെ ഫസ്റ്റ് ഭാഗം, അഥവാ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ NCRലേക്ക് മാറ്റി എഴുതിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതണം, അഥവാ 52 എന്നുള്ളതിനെ മാറ്റി എഴുതണം. അതിന് 52 മാറ്റി എഴുതാൻ ടോട്ടൽ എത്രയാണ് നമ്പേഴ്സ് ആണുള്ളത്? ടോട്ടൽ 52 ആണുള്ളത്. ദെൻ 52C, അതിൽ നമ്മൾ എത്ര കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? 4 കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 13C4 ഡിവൈഡഡ് ബൈ 52C4, ഇതാണ് ഇവിടുത്തെ ഇത് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 13C4 ഡിവൈഡഡ് ബൈ 52C4. ഇനി 13C4ഉം 52C4ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ ലഭിക്കും. അപ്പൊ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് 13C4ഉം 52C4ഉം കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യാവുന്നതുമാണ്. അല്ലെങ്കിൽ മാനുവലി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. അതിനേക്കാൾ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് വേഗത്തിൽ നമുക്ക് NCRും NPRും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടുന്നത് ഇത്രയാണ്, 0.0026 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ മാനുവലി ചെയ്യുന്ന രൂപം ഇവിടെ കാണിച്ചിട്ടുണ്ട്, അഥവാ 13 × 12 × 11 × 10, അഥവാ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു കട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഒരു ഫൈനൽ ആൻസർ എന്നുള്ള രൂപത്തിലാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 13C4 സെപ്പറേറ്റ് ആയി ചെയ്ത് 52C4ഉം സെപ്പറേറ്റ് ആയി ചെയ്ത് അത് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസർ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓൾ ആർ ക്യൂൻ, എല്ലാം ക്യൂൻ ആവാനുള്ള സാധ്യത, അല്ലെ? എല്ലാം ക്യൂൻ ആവാനുള്ള സാധ്യതയും ഇതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഓൾ ആർ ക്യൂൻ, എല്ലാം ക്യൂൻ ആവാനുള്ള സാധ്യത എത്രയാണ്? നമുക്ക് ടോട്ടൽ എത്ര ക്യൂൻ ആണുള്ളത്? 4 ക്യൂൻ ആണുള്ളത്, അല്ലെ? സോ 4/52 ആണ് നമുക്ക് വരുന്നത്. ഇതേ പ്രകാരം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെ? 4, അപ്പൊ ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? NCR എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാം, അല്ലെ? 4C4, അല്ലെ, ഡിവൈഡഡ് ബൈ 52C4. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കും എന്ന് പറയുന്ന ഈ രൂപത്തിലാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കാണിക്കുന്നില്ല. അതായത് ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ നൺ ഓഫ് ദം ആർ ക്ലവർ, ഒന്നും ക്ലവർ അല്ലാതിരിക്കാനുള്ള സാധ്യത, അല്ലെ? ഒന്നും ക്ലവർ അല്ലാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ടോട്ടൽ 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് എന്ത് ചെയ്യുക? ക്ലവറിനെ മാത്രം ഒഴിവാക്കുക. 13 ക്ലവർ ആണുള്ളത്, അല്ലെ? അപ്പൊ അത് ബാക്കി വരുക
9 വരിക അല്ലെ. അപ്പോൾ 39 വരിക. അഥവാ 52 നിന്ന് 13 മൈനസ് ചെയ്താൽ ബാക്കി 39 കാർഡാണ് ഉണ്ടാവുക. സോ 39 C4 വരും, താഴത്ത് 52 C4 വരും അല്ലെ. സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് ക്ലവർ, അതായത് ഒന്നെങ്കിലും ക്ലവർ ആവാനുള്ള സാധ്യത അല്ലെ. അത് എന്ത് ചെയ്യുക, 1ൽ നിന്ന് ഒന്നും ക്ലവർ അല്ലാതിരിക്കാനുള്ള സാധ്യത ഒഴിവാക്കിയാൽ എന്തായി, നമുക്ക് ബാക്കി കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇത്തരത്തിലൊന്നും ചെയ്തിട്ടുണ്ട്, അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. 1 മൈനസ് എന്ന് എന്ത് ചെയ്യുക, അതായത് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലെ. അപ്പൊ ക്ലവർ അല്ലാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 39 C4 ഡിവൈഡ് ബൈ 52 C4 ആണ് അല്ലെ. അപ്പൊ ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഒന്നെങ്കിലും ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് ക്ലവർ അല്ലാതിരിക്കാനുള്ള സാധ്യതയാണല്ലോ അല്ലെ. ഒരാള് ഫെയിലിയർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് പിന്നെ 10% ആണെങ്കിൽ അയാൾ ജയിക്കാനുള്ള സാധ്യത എത്രയാണ്, 90%. എവിടുന്നാണ് നമുക്ക് കിട്ടിയത്, 1ൽ നിന്ന് 10 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി 90 കിട്ടി അല്ലെ. 100ൽ നിന്നും 10 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി 90 ആണെന്നുള്ളത് കിട്ടി. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, 1ൽ നിന്ന് ബാക്കി മൈനസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2 കിങ് ആൻഡ് 2 ക്യൂൻ, 2 കിങ്ങും 2 ക്യൂനും കിട്ടാനുള്ള സാധ്യത, അതും ഈ പറഞ്ഞതുപോലെ തന്നെ കിങ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4C2 ആണ്, ക്യൂന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4C2 ആണ്. ഇവിടെ ആൻഡ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ തിയറാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കാണാം, എയ്തർ കിങ് ഓർ ക്യൂൻ, കിങ്ങോ ക്യൂനോ കിട്ടാനുള്ള സാധ്യത. ഇവിടെ ഓർ ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ അഡീഷൻ തിയറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 4C4 എന്ന് പറയുന്നത് കിങ് കിട്ടാനുള്ള സാധ്യത, ഈ 4C4 എന്ന് പറയുന്നത് ക്യൂൻ കിട്ടാനുള്ള സാധ്യത അല്ലെ. സോ അവ തമ്മിലും ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. എയ്തർ കിങ് ഓർ ക്യൂൻ ഓർ ഓഫ് ബോത്ത്, കിങ്ങോ ക്യൂനോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 8C4 ആണ്. അതായത് കിങ് കിട്ടാനുള്ള സാധ്യത 4 ആണ്, ക്യൂന് കിട്ടാനുള്ള സാധ്യതയും 4 അല്ലെ. 4 കിങ്ങും 4 ക്യൂനാണുള്ളത്. സോ രണ്ടും കൂടെ ആഡ് ചെയ്ത് 8C4 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ എയ്തർ കിങ് ഓർ ക്യൂൻ, കിങ്ങോ ക്യൂനോ അല്ലാത്തത് കിട്ടാനുള്ള സാധ്യത. കിങ്ങോ ക്യൂനോ അല്ലാത്തത് എന്ന് പറയുമ്പോൾ നെയ്തർ കിങ് ഓർ ക്യൂൻ എന്ന് പറയുമ്പോൾ കിങ്ങും ക്യൂനും മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്നതാണ് അല്ലെ. 44 ആണ് ബാക്കി വരിക അല്ലെ ടോട്ടൽ. സോ ടോട്ടൽ 88 കാർഡ്സ് ആണ് കിങ്ങും ക്യൂനും കൂടെ ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുക. സോ 52ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ ബാക്കി 44 C4 ആണ് വരുന്നത്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ ക്യൂ, 3 എണ്ണമെങ്കിലും ക്യൂനാവാനുള്ള സാധ്യത അല്ലെ. അപ്പൊ ടോട്ടൽ 4 കാർഡ് എടുക്കുന്നു, അതിൽ 3 എണ്ണം എന്ത് ചെയ്യുക, ക്യൂനാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4C3 ആണ്. ഇവിടെ 3 സെലക്ട് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്, അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും എന്ത് ചെയ്യുക, ക്യൂനാവുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ബാക്കി 48 എന്ത് ചെയ്യും, 1ന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ബാക്കി 48 കാർഡ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേതെങ്കിലും കാർഡിൽ വരാവുന്നതാണ്. ബാക്കിയുള്ള ഒരു കാർഡ് ഈ 48 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് 48C1 നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 4C3 എന്ന് പറഞ്ഞാൽ 4 എണ്ണാണ് നമ്മൾ ടോട്ടൽ സെലക്ട് ചെയ്യുന്നത്. അതാണ് 3ഉം ഈ ഒരു 1ഉം. ഓക്കെ, ടോട്ടൽ 4 കാർഡ് സെലക്ട് ചെയ്യുന്നു, അതിൽ 3 എണ്ണം എന്ത് ചെയ്യണം, ക്യൂനാവണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും ക്യൂനാവണം. അതുകൊണ്ടാണ് 4C3 വന്നിട്ടുള്ളത്. സോ ഈ 4 മൈനസ് ചെയ്താൽ ടോട്ടൽ 52 എന്ന് 4 മൈനസ് ചെയ്താൽ ബാക്കി 48 ആണുള്ളത്. ഈ 48 കാർഡിൽ നിന്ന് ആവാം എന്ത്, ബാക്കിയുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ 4 കാർഡ് സെലക്ട് ചെയ്യുന്നതിൽ ഒരു കാർഡ് ഈ 48 കാർഡിൽ ഏതെങ്കിലും ഒന്നാവാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ രൂപത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേ പ്രകാരം തന്നെ മറ്റൊരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്. നമുക്ക് 4ഉം എന്ത് ചെയ്യാം, ക്യൂനാവാനും സാധ്യതയുണ്ട് അല്ലെ. അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും ക്യൂനാവണം എന്ന് പറയുമ്പോൾ 4മത്തതും ക്യൂനാവാൻ സാധ്യതയുണ്ടല്ലോ, അതും ക്യൂനായാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള 4C4 എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ 4C3 ഇൻറ്റു 48C1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും ക്യൂനാവുകയും ബാക്കിയുള്ള 4മത്തത് ക്യൂനല്ലാത്ത മറ്റൊരു കാർഡ് കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യുക, മുഴുവനായിട്ട് നോക്കി ക്യൂന് കിട്ടുക എന്നുള്ളതാണ്. 3 എണ്ണം അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞാൽ 4മത്തതും കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ അല്ലെ. സോ 4C4 എന്നുള്ളത് അവിടെ നൽകിയിട്ടുള്ളത്. ഇനി അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ എയ്തർ കിങ് ഓർ ക്യൂൻ ഓർ ബോത്ത്, കിങ്ങോ ക്യൂനോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ലഭിക്കുക എന്നുള്ളതാണ്. 3 എണ്ണമെങ്കിലും കിട്ടുക അല്ലെ. അപ്പൊ 8C3 ആണ് വരുന്നത് ഇൻറ്റു 44C1. ഇവിടെ ഇതേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ ക്ലവർ, 3 എണ്ണമെങ്കിലും ക്ലവർ ആവുക എന്നുള്ളതാണ് അതേ ഒരു സ്ട്രാറ്റജി. ഇവിടെ 3ഉം ഏകദേശം ഒരേ സ്ട്രാറ്റജി തന്നെയാണ് വരുന്നത്, ഒരേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റിയിൽ കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് ഒന്ന് പെർമ്യൂട്ടേഷൻ ആണ്, മറ്റൊന്ന് കോമ്പിനേഷൻ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.